നമസ്കാരം. ഞാൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പറാണ് ജസ്ന സനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 1-ാം വാർഡ് മുനമ്പം കടപ്പുറം എന്ന വാർഡിലാണ്. ഇപ്പം എൻ്റെ 5 വർഷത്തെ ദിവസത്തിനിടയിൽ നമ്മളിത് മുനമ്പം ബീച്ച് സമാന്തര റോഡിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ ഒരു കാണയും രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് 3-4 വീടുകൾക്ക് നമുക്കിവിടെ വെള്ളക്കെട്ടാണ് കൂടുതലായിട്ട്. ആ ഒരു സ്ഥിതിയിലാണ് നമുക്കിവിടെ കാണാൻ നമ്മൾ പൂർത്തീകരിച്ചേക്കുന്നത്. ഏകദേശം ഒരു 8ഓളം കോൺക്രീറ്റ് റോഡുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് കിൻഡർ ഗാർഡൻ, അതുപോലെ തന്നെ സി ലൈൻ എന്ന് പറഞ്ഞത് ക്യാപ് ലൈൻ, പിന്നെ പനക്കൽ റോക്കി ലൈൻ, കുരിശിങ്കൽ നടപ്പാത, പിന്നെ മാളിയേക്കൽ നടപ്പാത, അങ്ങനെ കുറേ ഒരു 8ഓളം റോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ റോഡുകൾ ചെയ്തേക്കുന്നത്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മളുടെ ഇവിടെ ഉപ്പ് കാറ്റടിക്കണ കാരണം വേഗം നശിഞ്ഞു പോവുകയാണ്. അതിപ്പോൾ നമ്മൾ അവിടെയൊക്കെ കേബിളാക്കി നമ്മളവിടെ നിലാവ് ഇതൊക്കെ സ്ഥാപിച്ചു. ജലജീവൻ പദ്ധതിയിൽ കുടിവെള്ള പ്രശ്നമായിട്ട് ജലജീവൻ പദ്ധതിയിൽ നമുക്ക് ഒരു 10-20ഓളം കണക്ഷനുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുടിവെള്ള പ്രശ്നം സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്ന ഏരിയയാണ്. ഒരു 100ഓളം വീടുകൾക്ക് കുടിവെള്ളം നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോഴും. നേരത്തെ ഞങ്ങൾ കുടിവെള്ളത്തിനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു 2015 വരെയൊക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കുടിവെള്ളം വന്നിട്ടുള്ളതാണ്. പിന്നെ റിസോർട്ടുകളുടെ ഉപയോഗം കൂടിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വെള്ളത്തിനുള്ള ക്ഷാമം സംഭവിച്ചേക്കണത്. എന്നുവെച്ചാൽ റിസോർട്ടുകൾ കൂടിയപ്പോൾ അവർക്കുള്ള വാട്ടർ കണക്ഷനുകളും കൂടി. പിന്നെ അതിനുള്ള പരിഹാരമായിട്ട് നമ്മൾ പഞ്ചായത്ത് ഒരു 20 ലക്ഷം രൂപയോളം നമുക്ക് വകയിരുത്തിയിട്ടുണ്ട്. ഒരു ഫീഡർ ലൈൻ നമുക്ക് ഇവിടെ നിന്ന് വടക്കേ അറ്റത്ത് കൊണ്ടുവന്ന് മുട്ടിക്കാനുള്ള രീതിയിൽ അത് 2 വശത്തുമായിട്ടുണ്ട്. പടിഞ്ഞാറേ സൈഡിലും കിഴക്കേ സൈഡിലുമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളിലുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ പണി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ജലജീവന പദ്ധതിയിൽ ഒരു 20ഓളം വീടുകൾക്ക് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളുടെ വാർഡിൽ ആശാപ്രവർത്തകരാണ് നമ്മളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിലവർ നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ അംഗൻവാടികൾ വഴിയായിട്ടാണ്, അംഗൻവാടികളിലാണ് സിസ്റ്റേഴ്സായാലും ആശാപ്രവർത്തകരായാലും വന്നിരുന്ന് അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളായാലും ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സിസ്റ്റേഴ്സ് വരും, നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇത് പനക്കൽ റോക്കി ലൈൻ എന്നാണ് ഈ വഴിനെ അറിയപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൽവെട്ട് വന്നേക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വർക്കാണ്. കൽവെട്ട് പഞ്ചായത്തിൻ്റെ വർക്കായിട്ട്, തൊഴിലുറപ്പ് വർക്കായിട്ട് നമ്മുടെ ഈ കോൺക്രീറ്റ് റോഡ് പണിതേക്കുന്നത്. നമ്മുടെ അംഗൻവാടിയിൽ 2 അംഗൻവാടികളാണ് ഉള്ളത്. ഒരെണ്ണം വാടക കെട്ടിടത്തിലാണ്, നമുക്ക് ഹാർബഞ്ചറിൻ്റെ കെട്ടിടത്തിലാണ് ഇപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണമുള്ളത് നമ്മൾ വാടക കെട്ടിടമാണ്. നമുക്ക് അവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. MLA ഫണ്ട് ഒരു 13 ലക്ഷം രൂപ നമുക്ക് അത് പണിയാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആരും വർക്ക് ഏറ്റെടുത്തിട്ടില്ല. 2 ഘട്ടമായിട്ടും വർക്ക് അത് ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പം നിർമ്മിതി എന്ന് പറഞ്ഞൊരു ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ വർക്ക് ആരംഭിച്ചിട്ടില്ല. ഫണ്ട് കുറവാണെന്നുള്ള രീതിയിലാണ് അവരും ഇട്ടിരിക്കുന്നത്. ബീച്ചാണ് നമ്മുടെ യുവാക്കൾ, അവിടെ യുവജനങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി ഫുട്ബോൾ കളി, അതുപോലെ ക്രിക്കറ്റ് കളി അവർ തന്നെ സെറ്റ് ചെയ്തെടുത്തും നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും അവർക്കൊപ്പം തന്നെ ഞാനുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയുമ്പോൾ നമ്മൾ ഒപ്പം ഉണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ബീച്ചിൽ അവരുടേതായ കളികളുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അറിയിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള ഇതിനനുസരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഫർണിച്ചർ വിതരണം ഇതൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു 8ഓളം പേർക്ക് ഫർണിച്ചർ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഒരു 10-20 പേർക്കോളം നമുക്ക് ഞാൻ കയറിയ ഭരണസമിതി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കൊരു 13ഓളം വീടുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പലർക്കും നമുക്ക് കൊടുക്കാനുള്ള ഇത് ഇപ്പോൾ CR-സിറ്റി മേഖലയാണ് ഞങ്ങളുടെ ഈ ഒരു ബീച്ച് മേഖല. അപ്പോൾ അത് NOC കിട്ടാനുള്ള ഒരു ഇതുകൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് അവർക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു 5ഓളം വീടുകളുണ്ട് നമുക്ക് വീട് പൂർത്തീകരിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിന് NOC കിട്ടിയതിനനുസരിച്ച് അവർക്ക് ലിസ്റ്റിൽ വന്ന് കിടക്കുന്നവരാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ SC/ST-കാർക്ക് മേശയും കസാരയും കൊടുക്കുന്നതും അതുപോലെ ലാപ്ടോപ്പ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. SC/ST-കാരുടെ ഭവനങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വാർഡുകളിൽ
ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വാർഡുകളിൽ ഹരിതകർമ്മസേന ഉപയോഗിച്ചും അതുപോലെ തന്നെ തൊഴിലുറപ്പുകാർ ഉപയോഗിച്ചും വാർഡ് ശുചീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ബീച്ച് ഏരിയകളിലാണ് നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ നടന്നിരിക്കുന്നത്. ടൂറിസം ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. പച്ചത്തുരുത്തിലാണ്. ഇപ്പം തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പച്ചത്തുരുത്ത് നിർമ്മിച്ചേക്കുന്നത്. അതിൽ ഒരു 300ഓളം തൈകളാണ് നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇത് പിടിച്ചിട്ടുണ്ട്. അത് കൂടുതലും തൊഴിലുറപ്പുകാരാണ് ഇതിൽ ഉൾക്കൊള്ളിച്ച് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ വാർഡിൽ തരിശുരഹിത ഭൂമിയിൽ തൊഴിലുറപ്പുകാർ കൃഷികൾ ചെയ്തിട്ടുണ്ട്. അതൊരു 50 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെയാണ്. പയറ്, വെണ്ട, അങ്ങനെയുള്ള മുളക്, കൂർക്ക, കപ്പലണ്ടി അങ്ങനെയൊക്കെ അവർ കൃഷി ചെയ്ത് ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർ കൊടുത്തും ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ വാർഡിൽ അതിദരിദ്രരായിട്ട് ഒരു 5 കുടുംബങ്ങളാണ് ഉള്ളത്. അവർക്ക് നമ്മൾ എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് കൊടുക്കാറുണ്ട്. നമ്മുടെ വാർഡിൽ പാലിയേറ്റീവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ആശാവർക്കർമാരാണ്. നല്ല രീതിയിൽ തന്നെ അവർ എല്ലാ വീടുകളിലും എല്ലാ മാസവും ചെക്കപ്പിനായിട്ടും ഇതിനൊക്കെ ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 5 വർഷക്കാലം എന്നോടൊപ്പം നിന്ന എൻ്റെ അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ADS, CDS അംഗങ്ങൾ, അതുപോലെ തന്നെ ആശാവർക്കർ, എല്ലാ കാര്യങ്ങളിലായാലും എല്ലാവരും ഒപ്പം നിന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും എൻ്റെ ജനങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു.